ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടു വേ മെത്തേഡിൻ്റെ ടൈം കോംപ്ലക്സിറ്റിയാണ്. ടു വേ മെത്തേഡിൻ്റെ ടൈം കോംപ്ലക്സിറ്റി. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് തുടക്കത്തിൽ, ഡിവൈഡ് ആൻഡ് കോൺകറിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്താണ്. അപ്പോൾ ഇവിടെ ഹിയർ ദ ഫസ്റ്റ് കേസ് ടി ഓഫ് എൻ എന്ന് പറയുന്ന കേസ് നോക്കാം നമുക്ക്. അതായത് ടോട്ടൽ ടൈം ടി ഓഫ് എൻ എന്ന് പറയാൻ നമുക്കറിയാം ടോട്ടൽ ടൈം ഫോർ സോൾവിങ് ദിസ് പെർട്ടിക്കുലർ പ്രോബ്ലം ടു സോൾവ് ദ ടു വേ മെത്തേഡ്. ഹേ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സപ്പോസ് ഇഫ് യുവർ അറേ സൈസ് ഈസ് 1, array size 1 ആണെങ്കിൽ definitely it would be a constant. Okay, suppose if there is no values, only one value is there, so there is no you need to spend only 1 unit of time for solving this particular problem. Another one is 2t of n by 2 plus cn. Okay, 2t of n by 2 plus cn എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവണേ is the complexity. So you are dividing this particular array into two portions അല്ലേ. അതല്ലേ നമ്മൾ കണ്ട് n by 2 എന്ന് പറയുന്ന രണ്ട് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഫസ്റ്റ് പോർഷൻ ആൻഡ് സെക്കൻഡ് പോർഷൻ. ഇതാണ് 2t of n by 2. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പലരും എന്താണെന്ന് മനസ്സിലാവാതെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2t of n by 2. സോ ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ് മെർസോട്ട്. അത് അന്ന് നമ്മൾ പറഞ്ഞു, ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവുന്ന 2t of n by 2 അല്ലേ. സോ ദിസ് ടു പോർഷൻസ് ആർ ദർ in this case, and cn is the time to merge two subarrays. ഈ ഒരു രണ്ട് സബ് അറേസിനെ മെർജ് ചെയ്യാനുള്ള ടൈമാണ് സി എന്ന് പറയുന്നത് അല്ലേ. സോ എ കോൺസ്റ്റൻറ്റ് സി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കോൺസ്റ്റൻ്റ് ആണ്. എൻ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, സോ സി എൻ ഈസ് ദ ടോട്ടൽ ടൈം ടു മെർജ് ടു സബ് അറേസ്. മെർജ് ചെയ്യാനുള്ള ടൈമും ഈ അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനുള്ള സമയമാണ് സി എന്ന് പറയുന്നത്. ഓക്കെ, and therefore 2t of n by 2 is the complexity of two recursion calls. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് നമുക്ക് ബിഗോ അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇതേ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ആ പ്രോബ്ലം നോക്കാം. എന്നാലും ഒന്നുകൂടി ഞാൻ അതിൽ പറയാം. ഹൗ യു റീച്ച് ദിസ് പെർട്ടിക്കുലർ വാല്യൂ, ദറ്റ് ഈസ് ബിഗ് ഓഫ് n log n. സോ 2t of n by 2 plus cn, already they have given this particular function. So this t of n is equal to 2t of n by 2 plus cn. So again നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലേ. നമ്മൾ രണ്ട് ഹാഫായിട്ട് മാത്രമല്ല സ്പ്ലിറ്റ് ചെയ്തേ, അപ്പോഴും പ്രോബ്ലം സ്മോളർ ആക്കണം, നമുക്ക് ഏറ്റവും സ്മോളർ ആക്കി കൊണ്ടുവരണം. റിക്കേഴ്സീവ്ലി യു ആർ കോളിംഗ് ദ സെയിം ഫംഗ്ഷൻ അഗെയിൻ ആൻഡ് അഗെയിൻ. സോ n equal to n by 2. ഓക്കെ, n equal to n by 2 എന്ന് പറയുമ്പോൾ എന്താ വരിക, n by 2 by 2, that is n by 4. that is, അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ n equal to n by 2 കൊടുത്തു, that is 2t of n by 2 plus c into n by 2. അപ്പോൾ ഈ ഇക്വേഷൻ്റെ പാർട്ടാണിത്. ദിസ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മളിതിനെ ടി ഓഫ് എന്നിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്തായി, ഈ ഇക്വേഷൻ നോക്കുക, 2 into then this one 2 into 2t of n by 4 plus c into n by 2 പ്ലസ് പിന്നെ റിമൈനിങ് ഈ പാർട്ടും കൂടി ഉണ്ട്, ഇതിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ 1ൻ്റെ പ്ലസ് സി എൻ. ഇത് നമ്മുടെ നോട്ട്ബുക്കിൽ ഉണ്ടാവും, നിങ്ങളെല്ലാവരും നോക്കുക. ഞാനെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. എഗെയിൻ ഇനിയും ചെറുതാക്കണം അല്ലേ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങനെ എഴുതി 2 square into t by of n by 2 square plus 2cn പ്ലസ് ഇത് രണ്ടും കൂടി നമുക്കറിയാം സി ഇൻറ്റു എൻ ബൈ 2 പ്ലസ് സി എന്ന് പറയുന്നത് 2cn ആണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടി നമുക്ക്. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. ഇനി അടുത്ത് വീണ്ടും അഗെയിൻ യു ആർ കൺവേർട്ടിങ് ദിസ് n equal to n by 2. n equal to n by 2 എന്ന് പറയുമ്പോൾ വീണ്ടും അഗെയിൻ യു സോൾവ് ദിസ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, t of 2 cube of t into 2 cube into t of n by 2 cube plus 3cn. ഓക്കെ, അപ്പോൾ എന്നിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ 2 ക്യൂബ് കൊടുത്തപ്പോൾ വീണ്ടും ഇതേ വാല്യൂസ് തന്നെ n by 2 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഈ ഇക്വേഷനിലേക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് നോക്കിയൊരു കാര്യം മനസ്സിലാവും. സോ ഫൈനലി യു റീച്ച് ദ വാല്യൂ. നമുക്ക് ഇങ്ങനെ ഒരു ജനറൽ ഫോമിൽ നമുക്ക് ഇതിനെ എഴുതാം അല്ലേ. 2 raised to k into t of n by 2 raised to k plus kcn. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്കിങ്ങനെ എഴുതി പോവാം. ആദ്യം 2 raised to 1 കിട്ടി, ദെൻ 2 square കിട്ടി, 2 cube കിട്ടി. അപ്പോൾ ഇതേ പ്രോസസ്സിൽ നമ്മൾ എഴുതി. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വി ആർ ഹാവ് എൻ അസംഷൻ ദാറ്റ് n by 2 raised to k, അതായത് ദിസ് ഈസ് എ ലാസ്റ്റ്. അപ്പോൾ ഒരു ഒറ്റ എലമെൻറ്റിലേക്ക് നിങ്ങൾ എത്തി, നിങ്ങൾ ആ പിക്ചോറിയൽ റിപ്രസെൻറ്റേഷൻ മെത്തേഡിൽ നോക്കിയാൽ മനസ്സിലാവും. സോ യു റീച്ച് ദ ലാസ്റ്റ് എലമെൻറ്റ്, ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം ഈസ് ടു സ്മോൾ. അങ്ങനെ വരുന്ന സമയത്ത് assume that 2 raised to k equal to 1, n by 2 raised to k equal to 1.
ഇത് രണ്ട് സൈഡിലും അപ്പോൾ n ഈക്വൽ ടു 2k രണ്ട് സ്ഥലത്തും ലോഗരിതം എടുത്തു. ലോഗരിതം എടുത്തപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് k ഈക്വൽ ടു ലോഗ് n. ദെൻ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, 2k ഈക്വൽ ടു n നമ്മൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ n എഴുതുന്നു. n/2k ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ t ഓഫ് 1 പ്ലസ് c ഇൻറ്റു n log n. അപ്പോൾ kയുടെ നമുക്കറിയാം log n ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ c ഇൻറ്റു n log n. ദെൻ n എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ഓൾറെഡി t ഓഫ് 1 നമ്മൾ ഓൾറെഡി പറഞ്ഞു a ആണെന്ന്. n ഈസ് ഓൾറെഡി ഹിയർ. സോ a ഇൻറ്റു n. t ഓഫ് 1 നമ്മൾ നേരത്തെ കണ്ടു, ആ പ്രോബ്ലത്തിൽ ഇത് കണ്ടു. n ഈക്വൽ ടു 1 ആണെങ്കിൽ a ആണ്. ഓക്കെ, അപ്പോൾ t ഓഫ് 1 ഈക്വൽ ടു a, ദാറ്റ് ഈസ് a ഇൻറ്റു n പ്ലസ് c ഇൻറ്റു n log n. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോമിനൻറ്റ് പാർട്ട് നമ്മൾ മാത്രം എടുക്കുന്നു അല്ലേ. ഡോമിനൻറ്റ് പാർട്ട് ഇതാണ്. ഓക്കെ, സോ big of n log n. So the best case, average case and worst case complexity of method is big O of n log n. Okay, അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാം. ഈ പ്രോബ്ലം എന്തായാലും നമുക്ക് എക്സാമിന് ഉണ്ടാവും കേട്ടോ. ഓക്കെ, താങ്ക് യു.